ഞാൻ എന്റെ ജോലിയിൽ ആ ഉത്തരവാദിത്തം കാണിക്കും എന്നാണ്. ഓരോ ചെറിയ ശബ്ദത്തിന് പോലും, ഓരോ ചെറിയ ചോദ്യത്തിന് പോലും അങ്ങനെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ സെമിനാറിൽ പറഞ്ഞു വരുന്ന വിഷയം എഡിറ്റർമാരില്ലാത്ത മാധ്യമലോകം, അല്ലെങ്കിൽ ആരാണിപ്പോൾ വാർത്തകൾ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണല്ലോ. ഒരുപക്ഷെ ഞാനും സനീഷും ഒക്കെ ആയിരിക്കും ഈ എഡിറ്റർമാരില്ലാത്ത ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ, നേരിട്ടുള്ള എഡിറ്ററുടെ ഇടപെടൽ സാധ്യമല്ലാത്തൊരു മാധ്യമ പ്രവർത്തനത്തിന്റെ തുടക്കകാലത്ത് വന്നതിന്റെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നത്. ഞാൻ വിചാരിക്കുന്നത് തുടക്കത്തിൽ അതൊരു പ്രതിസന്ധി തന്നെയായിരുന്നു. 23ാമത്തെ വയസ്സിലാണ് ഞാൻ മനോരമ ന്യൂസിന്റെ ന്യൂസ് അവർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ നിലപാടുകൾ പ്രകടിപ്പിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ നമുക്കൊരു നിലപാടെടുത്ത് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു പരിപാടി അവതരിപ്പിക്കാൻ നിയോഗിക്കപ്പെടുന്നത്. ആദ്യ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ചാനലിന്റെ ഇനോഗ്രേഷൻ ഡേയിൽ തന്നെ എന്റെ ഏറ്റവും വലിയ പേടി അതായിരുന്നു. ഞാൻ എങ്ങനെ അത് കൈകാര്യം ചെയ്യും, ആ സമയത്ത് ഒരു നിലപാടെടുക്കേണ്ടി വന്നാൽ ഞാൻ എന്ത് ചെയ്യും. അതിൽ എന്റെ പേടിയെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് മാത്രമുള്ള അനുഭവ സമ്പത്തില്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, എനിക്ക് മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചുമുള്ള അറിവില്ലായ്മയും ആണ്. രണ്ട് പേടികളാണ് എനിക്കുണ്ടായിരുന്നത്. അന്ന് എഡിറ്ററുടെ സഹായമില്ലാതെ ആ തത്സമയ പരിപാടി അവതരിപ്പിക്കേണ്ടി വന്നപ്പോഴൊക്കെ ഞാൻ വൈകുന്നേരം വരെ ഉള്ളിലൊരു പേടിയുണ്ട്, ഈ പരിഭ്രാന്തിയുണ്ട്. ഞാൻ ന്യൂസ് ഡയറക്ടറോട്, അദ്ദേഹമാണ് ഞങ്ങളുടെ എഡിറ്റർ എന്ന നിലയിൽ സേവനം അനുഷ്ഠിക്കുന്നത്, ജോണി ലൂക്കോ സാറാണ്. ഞാൻ ന്യൂസ് ഡയറക്ടറോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇത് ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ എങ്ങനെ നിലപാടെടുക്കും. ആ സമയത്ത് ഒരു തത്സമയ ചർച്ചയാണല്ലോ, തത്സമയ ടെലിവിഷൻ വാർത്തയിലാണ് ഈ എഡിറ്ററുടെ അസാന്നിധ്യം നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ തത്സമയ വാർത്താ അവതരണത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരു എഡിറ്ററുടെ സഹായം തേടുക? അന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകർ, ഡെസ്കിലുണ്ടായിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകർ പറഞ്ഞു തന്ന ഒരു കാര്യം, നിങ്ങൾ നിലപാടെടുക്കുക, ലഭ്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കുക എന്നുള്ളതാണ്. വസ്തുതയല്ലാത്ത ഒന്നിനെക്കുറിച്ചും സംസാരിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പാണ്, ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലാത്ത ഒരു കാര്യവും നിങ്ങൾ അംഗീകരിക്കാതിരിക്കുക, അതിനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക എന്നുള്ളതാണ്. ഇന്ന് ടെലിവിഷൻ ചർച്ചകളിൽ എത്രത്തോളം സ്വന്തം അറിവില്ലായ്മ അവതാരകർ അംഗീകരിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യസന്ധമായ ഒരു ഉത്തരം നിങ്ങളോട് പറയാൻ പറ്റില്ല, ശരിയാണ്. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ എഡിറ്ററായി കാണുന്നത് ഈ പേടിയാണ്. ഓരോ ദിവസവും 10 വർഷമായി തുടർച്ചയായി രാത്രി 9 മണിക്ക്, രാത്രി 8 മണിക്കുള്ള ചർച്ചാ പരിപാടി അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ എന്റെ എഡിറ്റർ എന്നുള്ള സ്ഥാനത്ത് നിൽക്കുന്നത്, ഞാൻ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ എഡിറ്റർ എന്ന് പറയുന്നത് തെറ്റുവരുത്തുമോ എന്നുള്ള പേടിയാണ്. തെറ്റുവരുത്തരുത് എന്നുള്ള ഉറച്ചൊരു വിശ്വാസം മാത്രമാണ് അക്കാര്യത്തിലുള്ള കൈമുതൽ എന്നാണ് ഞാൻ പറയാം. ഇപ്പൊ ഓരോ മിനിറ്റിലും എഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന എഡിറ്റർ നിലപാടുകൾ ഞാൻ കാണുന്നുണ്ട്. ഓരോ ദിവസവും എന്താണ് നമ്മുടെ വെല്ലുവിളി? രാത്രി ഒരുപക്ഷെ ചർച്ച അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, എഡിറ്റ് ചെയ്തപ്പെട്ട നിലപാടുകൾ പ്രഖ്യാപിക്കപ്പെട്ട ഒരു വാർത്ത സംഭവിക്കുന്ന സെക്കൻഡ് മുതൽ 3 seconds എന്നൊക്കെ കാണാം ചിലപ്പോൾ ഫേസ്ബുക്കിൽ, അപ്ഡേറ്റഡ് ജസ്റ്റ് നൌ. അതായത് ഇപ്പൊ വാർത്ത സംഭവിച്ചു, ഇപ്പൊ തന്നെ നിങ്ങൾ നിലപാട് പറഞ്ഞു. നിങ്ങൾ എന്നുള്ളതുകൊണ്ട് ഞാൻ ആകെ അർത്ഥാക്കുന്നത് പ്രേക്ഷകർ എന്ന നിലയിൽ മാത്രമാണ്. മാധ്യമപ്രവർത്തകർ എന്താകണം നിലപാട് എന്ന് ആലോചിക്കുമ്പോഴേക്കും നിങ്ങൾ നിലപാടെടുത്തു കഴിഞ്ഞ വിഷയങ്ങളിലാണ് മണിക്കൂറുകൾ കഴിഞ്ഞ് ചർച്ച അവതരിപ്പിക്കേണ്ടി വരുന്നതെന്നുള്ളതാണ് സത്യത്തിൽ ഇപ്പൊ ഈ എഡിറ്റിംഗും ചർച്ചാ അവതരണവും തമ്മിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത്. മാധ്യമപ്രവർത്തകർക്കും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അത് തന്നെയാണ്. ടെലിവിഷനിൽ എഡിറ്റിംഗ് സാധ്യമാണോ? ടെലിവിഷനിലുള്ള എഡിറ്റിംഗ് ഈ ഒരൊറ്റ കാര്യമായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുക. സഹപ്രവർത്തകരുടെ ഇടയിലും സഹപ്രവർത്തകർ പാലിക്കേണ്ടതും റിപ്പോർട്ടിംഗിലാണല്ലോ തുടങ്ങുന്നത്. ആരും എഡിറ്റ് ചെയ്യാനുണ്ടാവില്ല. ഒരാൾ പറഞ്ഞ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല ടെലിവിഷൻ. എഡിറ്റ് ചെയ്യാൻ ഒരു റിപ്പോർട്ടർ എടുക്കുന്ന സമയമാണ് ഒരുപക്ഷെ അയാളുടെ കഴിവുകേടായി ഞങ്ങളുടെ ഫീൽഡിൽ ഇപ്പോ പൊതുവെ വ്യാഖ്യാനിച്ചു വരുന്നത്. അതായത് ആ വാർത്ത ശരിയാണോ എന്ന് രണ്ടാമതൊരാലോചനയ്ക്ക് അയാൾ എടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ എതിരാളിയായ ചാനൽ ആ ന്യൂസ് ബ്രേക്ക് ചെയ്തിരിക്കും. ഞാനത് കൺഫേം ചെയ്യാനെടുത്ത സമയമാണ് എന്നുള്ളൊരു ന്യായീകരണത്തിന് ഇപ്പോ സ്കോപ്പ് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ആദ്യം വാർത്ത കൊടുക്കുക, തെറ്റാണെങ്കിൽ പിന്നീട് തിരുത്തുക എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ എഡിറ്റിംഗ് വലിയ പരിമിതിയാണ്. എഡിറ്റിംഗ് എന്ന് പറയുന്നത് വലിയ പരിമിതിയാണ്. ആകെ ഈ പേടി മാത്രം നമ്മളെ എഡിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ കുറെയൊക്കെ സഹായിക്കുന്നു എനിക്ക് തോന്നുന്നു. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം വസ്തുതാപരമായി തെറ്റാകരുത് എന്ന് ഉറപ്പിക്കാനുള്ളൊരു നിശ്ചയദാർഢ്യം മാത്രമേ ടെലിവിഷൻ മാധ്യമത്തിൽ മാധ്യമപ്രവർത്തകരെ, അത് അവതാരകരാണെങ്കിലും റിപ്പോർട്ടർമാരാണെങ്കിലും, അവരെ സഹായിക്കൂ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പക്ഷേ ചില ഉത്തരവാദിത്തങ്ങൾ ടെലിവിഷൻ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും ആവശ്യപ്പെടുന്ന ഒരു കാലത്താണ് ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം കൂടി എത്ര ശതമാനം മാധ്യമപ്രവർത്തകർക്കുണ്ട് എന്നുള്ളത് മാത്രമാണ് പ്രധാനമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്റെ
കരിയറിൽ 14 വർഷം കഷ്ടിച്ച് 14 വർഷം ആവുന്നുള്ളൂ മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട്. താരതമ്യേന വളരെ ജൂനിയറായ, എന്നാൽ ടെലിവിഷനിലെ പ്രത്യേകത കൊണ്ട്, ആ മാധ്യമത്തിന്റെ പ്രത്യേകത കൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള ജോലി ചെയ്യേണ്ടി വരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എന്റെ ചാനലിന്റെ എഡിറ്റോറിയൽ നിലപാട് വ്യക്തമാക്കുന്നു, അല്ലെങ്കിൽ മനോരമ ന്യൂസിന്റെ എഡിറ്റോറിയൽ എന്ന് പറയാവുന്ന പറയാതെ വയ്യ എന്ന പരിപാടി ഞാനാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ സംഭവിക്കേണ്ടത് അതൊരു വീക്ക്ലി പ്രോഗ്രാമാണ്. ഒരാഴ്ച കൊണ്ട് സംഭവിക്കേണ്ടത്, ഒരുപക്ഷെ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അയാൾ വിചാരിക്കുന്നത് അങ്ങനെയായിരിക്കും, ഒരാഴ്ച കൊണ്ട് നടക്കുന്ന സംഭവങ്ങൾ വിലയിരുത്തി അതിലെ നിലപാടെന്താണെന്ന് എഡിറ്റോറിയൽ ടീം ഒന്നാകെ തീരുമാനിച്ച് ന്യൂസ് ഡയറക്ടറും അതിന് താഴേക്കുള്ള കോർഡിനേറ്റിംഗ് എഡിറ്റേഴ്സും എല്ലാവരും കൂടി ആലോചിച്ച് ഒരു നിലപാടെടുക്കുന്നു. അതിനനുസരിച്ച് ഞാനൊരു കോപ്പി എഴുതുന്നു, ഞാനത് പറയുന്നു, അത് അവതരിപ്പിക്കുന്നു എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ പ്രേക്ഷകർ വിചാരിക്കുന്നത്. സംഭവിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ഞാൻ തന്നെ ഒരു 3 വിഷയം സെലക്ട് ചെയ്യും. അതിനകത്ത് എനിക്ക് തോന്നുന്നത്, ശരിയെന്ന് തോന്നുന്നത്, ആ ശരി തീരുമാനിക്കപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ശരിയായിരിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രക്രിയയിലൂടെയാണ് എന്ന് മാത്രം ഉറപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. കഴിയുന്നത്ര വൈവിധ്യമുള്ള അഭിപ്രായങ്ങൾ, അതുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളുടെ നിലപാടുകൾ അറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ മാത്രമേ ശ്രമിക്കാറുള്ളൂ. മിക്കവാറും സംഭവിക്കാറുള്ളത്, അത് ഓൺ എയർ പോയി കഴിഞ്ഞ് അടുത്തുണ്ടായ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. പുലിമുരുകൻ എന്ന സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചതിന്റെ പിറ്റേ ആഴ്ച പറയാതെ വയ്യ ആ വിഷയം എടുത്തു. ആ വിഷയം എടുത്തത് പുലിമുരുകനെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നില്ല, കാരണം പറയാതെ വയ്യ അഭിനന്ദിക്കാനുള്ള പ്രോഗ്രാം അല്ല. അല്ലെങ്കിൽ ആ സിനിമ അഭിനന്ദിക്കപ്പെടേണ്ട ഒരു സിനിമയാണെന്ന് വിചാരിക്കാത്തൊരു മാധ്യമ പ്രവർത്തകയാണ് ഞാൻ. മാധ്യമ പ്രവർത്തക, പ്രേക്ഷക എന്ന രീതിയിലല്ല. ഞാൻ അതിനകത്ത് 2-3 വാചകങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. 100 കോടി ക്ലബിൽ ഇടം പിടിക്കേണ്ട ഒരു സിനിമയിലും എന്തിനാണ് ഇത്രയും സ്ത്രീ വിരുദ്ധത? ഒന്ന്, ഇത്രമേൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ജനകീയനായ ഒരു താരത്തിന് പോലും സിനിമയിൽ എന്തിനാണ് ഇത്രയും ഒളിഞ്ഞും തെളിഞ്ഞും വംശീയത കലർത്തുന്നത്? അതിലൊരു സമുദായത്തിലെ ആളുകളെ വളരെ ടിപ്പിക്കലായി ഇത്രയും കാലം എല്ലാവരും ചെയ്യുന്നതല്ലേ, പിന്നെ ഈ സിനിമയോട് മാത്രം എന്താണെന്ന് ചോദിക്കാമെങ്കിലും ടിപ്പിക്കലായ ഒരു സമുദായത്തിനെ എല്ലാ കള്ളക്കടത്തിന്റെയും എല്ലാ പ്രതിലോമകരമായ രാഷ്ട്രീയത്തിന്റെയും പ്രതിനിധികളായി അവതരിപ്പിച്ചിരുന്നു. അത് അങ്ങനെ തന്നെ അതിനകത്ത് എഴുതി വെച്ചിരുന്നു. 100 കോടി തികയ്ക്കാൻ പര്യാപ്തമായ ഒരു സിനിമയ്ക്ക് പോലും എന്തിനാണ് ഇത്തരത്തിലുള്ള പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ പ്രോഗ്രാം പോയത്. പറയാതെ വയ്യ പോയി. അന്ന് വൈകിട്ട് രാത്രി 9:30ക്കാണ് പ്രോഗ്രാം എയർ ചെയ്യുന്നത്. ജോണി സാറാണ് മറുപടി പറയേണ്ട ആൾ. ഇപ്പോഴും ടെലിവിഷനിൽ മറുപടി പറയേണ്ട ഒരാളുണ്ട്. അപ്പം മറുപടി പറയേണ്ട ആൾ ജോണി സാറാണ്. രാത്രി 9:30 മുതൽ സാറിന് കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാർ ഏതോ പാർട്ടിയിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ സാർ പള്ളിയിൽ പോയി. അപ്പോഴൊക്കെ ഫോണിൽ മുഴുവൻ മിസ് കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:30ക്ക് ആ പ്രോഗ്രാമിന്റെ റിപ്പീറ്റ് ഉണ്ട്. 11 മണിയോടുകൂടി സാർ എന്നെ വിളിക്കുകയാണ്. എന്താണ് ഈ ആഴ്ചത്തെ പറയാതെ വയ്യയിൽ പോയ വിഷയം? നമ്മൾ 2 ഉണ്ടായിരുന്നു. ഒന്ന് CPM ആയിരുന്നു, ഒന്ന് പുലിമുരുകനായിരുന്നു. അല്ല, പുലിമുരുകനിൽ എന്തായിരുന്നു? എന്തെങ്കിലും പ്രശ്നം? ഇവനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല സാർ. ഇങ്ങനെ അല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അതിന്റെ നിർമ്മാതാവ് വിളിക്കുന്നു, വേറെ ഒരുപാട് പേര് വിളിക്കുന്നു, അത് ശരിയായില്ല എന്ന് പറയുന്നു. ഞാൻ വീണ്ടും പറഞ്ഞു, അല്ല അതിനകത്ത് ഇങ്ങനെ സ്ത്രീ വിരുദ്ധതയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സാറ് വളരെ ഇതായിട്ട് എന്നോട് ചോദിച്ചു, അതിലെവിടെയാണ് സ്ത്രീ വിരുദ്ധത? ഞാനും ആ സിനിമ കണ്ടതാണ്, എവിടെയാണ് സ്ത്രീ വിരുദ്ധത എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു, അതിനകത്ത് സ്ത്രീ വിരുദ്ധത അല്ലാതെ ഒന്നുമില്ല. സ്ത്രീയെ അതിനകത്ത് ആകെ ഉപയോഗിച്ചിരിക്കുന്നത് സ്ത്രീ വിരുദ്ധത പറയാൻ വേണ്ടി മാത്രമാണെന്നാണ് എന്റെ നിലപാട്. കണ്ട പുരുഷന്മാർക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നിയില്ല. അതൊരു നിരുപദ്രവകരമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയത് എന്ന് സാറ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നേരിട്ട് വന്ന് അത് വിശദീകരിച്ചു തരാം, ഒരു സീനായിട്ട് പറഞ്ഞുതരാം. ഇതാണ് ശരി, ഞാൻ ആ ബോധ്യത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഉച്ചയായപ്പോഴേക്കും ചാനലിന്റെ മാർക്കറ്റിംഗ് വിഭാഗം മുഴുവൻ ഇളകി. അതായത് ഞാൻ പറയുന്നത് ശനിയാഴ്ച രാത്രി സംഭവിച്ചതാണ്. ഞായറാഴ്ച ഉച്ചയായപ്പോഴേക്കും മാർക്കറ്റിംഗ് വിഭാഗം മുഴുവൻ, അവരുടെ പൂർണ്ണ അവധിയാണ് ആ ദിവസം, പക്ഷേ അവധി ക്യാൻസൽ ചെയ്ത് ചാനലിന്റെ ഏറ്റവും മുകളിലുള്ള മാർക്കറ്റിംഗ് മേധാവി മുതൽ എല്ലാവരും ഓഫീസിലെത്തി. അത്രമേൽ സമ്മർദ്ദം, അത്രമേൽ പരസ്യവും അത്രമേൽ വിപണനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പുലിമുരുകന്റെ ടീമിനും വ്യവസായം എന്ന നിലയിൽ ഇടപെടുന്ന ആളുകളും തമ്മിലുണ്ടായിരുന്നു. അപ്പോ എല്ലാവരുടെ അവധിയൊക്കെ ക്യാൻസൽ ചെയ്തു. അതിന് ഉത്തരവാദിയായ ഞാൻ, എന്നോട് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല. എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആ പ്രോഗ്രാം കുറച്ച് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ചെയ്താണ് എഡിറ്റ് ചെയ്ത് കളയേണ്ടത്. അതായത് സ്ത്രീ വിരുദ്ധത, വംശീയത എന്നൊക്കെ പറയുന്ന ഭാഗം എഡിറ്റ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് നിലപാടാണ്, വേണമെങ്കിൽ ആ പ്രോഗ്രാം അങ്ങനെ തന്നെ കൊടുക്കാതിരിക്കാം. അതല്ലാതെ എഡിറ്റ് ചെയ്ത് ആ പ്രോഗ്രാം പോകേണ്ടതില്ല എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, നിങ്ങളുടെ ഇതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പോകേണ്ടതില്ല എന്ന നിലപാടെടുത്തു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവസാനം അവര് ഒരു ഒത്തുതീർപ്പിലെത്തി. അതായത് ആ സിനിമ ശരാശരിയിലും താഴെ നിലവാരത്തിലുള്ളതാണ് എന്നൊരു പ്രസ്താവനയുണ്ട്, അതെങ്കിലും എഡിറ്റ് ചെയ്ത് കളയാമോ എന്ന് ചോദിച്ചു. അപ്പോ അവരുടെയും കൂടി ആശ്വാസത്തിന് വേണ്ടി ആ വരി കളഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരാശരിയിലും നിലവാരത്തിൽ താഴെയാണ് എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്ത് കളയുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, അത് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ കൃത്യമായപ്പോഴേക്കും അത് മാനേജ്മെന്റിൽ വരെ പോകേണ്ടി വന്നു ആ വിഷയം. അപ്പോ എന്റെ ചാനലിൽ
ഏത് തരത്തിലുള്ള പ്രോഗ്രാം കൊടുക്കണം എന്ന് പുറത്തു നിന്നൊരാൾ തീരുമാനിക്കേണ്ടതില്ല എന്ന് ഞങ്ങളുടെ മാനേജ്മെന്റ് നിലപാടെടുത്തതോടുകൂടി ആ വിവാദം അവസാനിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് പലപ്പോഴും എഡിറ്റോറിയൽ നിലപാട് ടെലിവിഷനിൽ സംഭവിക്കുന്നത് ഇത്തരത്തിലാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അതിന്റെ പേരിൽ പിന്നീട് ഏതാണ്ട് 3 ആഴ്ചയോളം, നേരത്തെ സാറ് പറഞ്ഞല്ലോ, ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് ഒരു സിം കാർഡ് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകന് സിം കാർഡ് ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന്. സംഘടിതമായ ആക്രമണമാണ്. ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കുന്നത് സ്വന്തം സ്ഥാപനത്തിൽ നിന്നുള്ള പ്രതിരോധമല്ല. എന്റെ സ്ഥാപനം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഏത് തരത്തിൽ നിങ്ങൾക്ക് അതിനെ വിമർശിക്കാമെങ്കിലും, മനോരമ ഗ്രൂപ്പ് എന്ന നിലയിൽ നിങ്ങൾക്കുള്ള എല്ലാ വിയോജിപ്പുകളും വെച്ച് അതിനെ വിമർശിക്കാമെങ്കിലും എന്നോട് പറഞ്ഞിരിക്കുന്നത് വസ്തുതാപരമായി നിങ്ങൾക്ക് ശരിയാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറയാം, ചർച്ചയിൽ നിങ്ങൾക്ക് ആ നിലപാടെടുക്കാം എന്ന് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ആ നിലപാടെടുത്തുകൊണ്ടേയിരിക്കുന്നതും. പക്ഷേ പുറത്തു നിന്നുള്ള സംഘടിതമായ ആക്രമണം എന്ന് പറഞ്ഞാൽ മിക്കവാറും മാധ്യമപ്രവർത്തകർ പതറിപ്പോകാൻ കഴിയുന്നത്ര വലിയ രീതിയിലുള്ളതാണ്. ഞാൻ അടുത്ത കാലത്ത് 2 രീതിയിലുള്ള ആക്രമണമാണ് നേരിട്ടത്. ഒന്ന്, ഈ പുലിമുരുകനുമായി ബന്ധപ്പെട്ട് മുഴുവൻ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യ വാക്കുകൾ വെച്ച് ഫാൻസ് അസോസിയേഷൻകാർ സംഘടനയായി ഏറ്റെടുത്ത് ഏതാണ്ട് ഒരാഴ്ചയോളം എന്റെ ഫേസ്ബുക്കിൽ കിട്ടില്ല. ഞാൻ ആദ്യമേ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ജോലി, എന്റെ നിലപാട് എന്നത് ഈ മാധ്യമത്തിലൂടെ തന്നെ പറയും, ഞാൻ ചെയ്യുന്ന ജോലിയിൽ തന്നെ പറയും. എനിക്ക് സോഷ്യൽ മീഡിയയിൽ കൃത്യമായി ഇടപെടാൻ കഴിയണമെങ്കിൽ എനിക്ക് അതിനുള്ള സമയം വേണം. എനിക്കതിന് കുറച്ച് പരിമിതികൾ ഉള്ളതുകൊണ്ട് ഞാൻ നിലപാടെടുക്കുന്നത് മുഴുവൻ ഈ എന്റെ പരിപാടിയിൽ തന്നെയാണ്. പറയാനുള്ളത് മുഴുവൻ അവിടെ പറഞ്ഞിരിക്കും എന്നത് കൃത്യമായി ഉറപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോ ഈ മാധ്യമത്തിൽ പറയും, സോഷ്യൽ മീഡിയയിൽ പോകില്ല. ഞാൻ അതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ കിട്ടിയ പ്രൊഫൈൽ പിക്ചറിന്റെ താഴെ വരെ ഞാൻ മാറ്റിയിട്ടുള്ള ഏതാണ്ട് 6 മാസം മുൻപ് മാറ്റിയ പ്രൊഫൈൽ പിക്ചറിന് താഴെ വരെ ഒരേ പോസ്റ്റ്, ബൾക്ക് പോസ്റ്റാണ്, ഇത്ര നീളമുള്ള ടെക്സ്റ്റ്, മുഴുവൻ തെറി വാക്കുകൾ ഉപയോഗിച്ചുള്ള പോസ്റ്റ്. തെറിവാക്കുകളുണ്ട്, 2 തരത്തിലുണ്ടായിരുന്നു. ഒന്ന്, കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവാക്കുകൾ. രണ്ടാമത്തേത്, ഇവരൊക്കെ എന്ത്, ഇതൊക്കെ ആരാണ്, ഇവരൊക്കെ ഇത് പറയാൻ ആരാണ് എന്ന് പറയുന്ന രീതിയിലുള്ള 2 തരത്തിലുള്ള പോസ്റ്റുകൾ സംഘടിതമായി തയ്യാറാക്കി വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും 2 ആഴ്ചത്തോളം പൂർണ്ണമായും അതായിരുന്നു. എന്റെ ഫ്രണ്ട്സിന്റെ ഫോട്ടോസിന്റെ താഴെ, എന്റെ ഫ്രണ്ട്സിന്റെ ഫേസ്ബുക്ക് പേജിലടക്കം എന്റെ ഫോട്ടോയോ എന്നെ ടാഗ് ചെയ്തിരിക്കുന്നതോ എവിടെയോ കണ്ടാൽ അവിടെ പോയി ഇത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ഉദ്യമമായി ഏറ്റെടുത്തുകൊണ്ടാണ് ഫാൻസ് അസോസിയേഷൻ ആ ജോലി നിർവഹിച്ചത്. രണ്ടാമത്തേത്, നോട്ട് റദ്ദാക്കലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു എന്ന പേരിൽ ഒരു ദിവസം ഒരു പോസ്റ്റർ വരികയാണ് സോഷ്യൽ മീഡിയയിൽ. ഷാനിയുടെ വീട്ടിൽ 7 ലക്ഷം കള്ളപ്പണം, ഒരു പോസ്റ്ററാണ്. അപ്പം ഞങ്ങൾ ആദ്യം ചിരിച്ചു തള്ളി. കാരണം ഒരു വ്യാജ പ്രചാരണമാണെങ്കിൽ പോലും അതിനൊരു വിശ്വാസ്യത ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്. ഇതൊന്നുമില്ല. എന്റെ ഒരു ഫോട്ടോ താഴെ ഷാനിയുടെ വീട്ടിൽ 7 ലക്ഷം കള്ളപ്പണം. 7 ലക്ഷം കള്ളപ്പണം എന്ന് പറയുന്നതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. എവിടെ കണ്ടെടുത്തോ പോലീസ് പിടിച്ചോ അങ്ങനെയൊന്നുമില്ല, അതൊന്നുമില്ല. ഇങ്ങനെ ഒരു പോസ്റ്റർ മാത്രം തയ്യാറാക്കി അത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം തമാശയെടുത്തു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണൂരിലെ ഒരു നാട്ടിൻപുറത്തുള്ള എന്റെ ഭർത്തൃഗൃഹത്തിൽ നിന്ന് അവർ വിളിച്ചു ചോദിക്കുകയാണ്, പള്ളി പോകുമ്പോൾ ആൾക്കാർ മുഴുവൻ ചോദിക്കുന്നു, ഷാനിയുടെ വീട്ടിൽ നിന്ന് കള്ളപ്പണം പിടിച്ചല്ലേ എന്ന് ചോദിക്കുന്നു. അവസാനം നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയണം, ആരാണ് ചെയ്തതെന്ന് അറിയണം, ഇത് എന്തിനാണ് ചെയ്തതെന്ന് അറിയണം. കൃത്യമായും പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരു വ്യക്തിയായിരുന്നു. കേരളത്തിന് പുറത്തായതുകൊണ്ട് നമ്മുടെ സൈബർ സെല്ലിന് അറസ്റ്റ് ചെയ്യാൻ വിഷമമുണ്ട് എന്നറിയിച്ചു. ശരി, ഞാൻ പറഞ്ഞു, എനിക്ക് അറസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെ യാതൊരു നിലപാടുമില്ല. പക്ഷെ ഇതാണ്. അപ്പോൾ നിലപാടിനെയാണ് നിങ്ങൾ എഡിറ്റോറിയലൈസേഷൻ എന്ന് വിളിക്കുന്നതെങ്കിൽ നിലപാടുകൾ എടുക്കുന്നത് ശരിയാണോ എന്ന് ഉറപ്പിക്കാനാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ വിമർശിക്കേണ്ടതെന്നാണ് ഞാൻ പറയാം. നിലപാടുകൾ എടുക്കുന്നതിന്റെ പേരിലാണ് അവർ പലപ്പോഴും വിമർശിക്കപ്പെടുന്നത്. അതായത് ഇടതു രാഷ്ട്രീയത്തിനെതിരെ ഒരു വാർത്താ അവതാരകൻ രാത്രി ചർച്ചയിൽ നിലപാടെടുത്താൽ അന്ന് രാത്രി ഇപ്പോൾ ഇടതു രാഷ്ട്രീയ പ്രവർത്തകർ ഒന്നാകെ അയാളുടെ കോളേജ് പശ്ചാത്തലം, അയാളുടെ കുടുംബ പശ്ചാത്തലം, അയാളുടെ രാഷ്ട്രീയമായ നിലപാട്, അയാൾ ഏതെങ്കിലും കല്യാണത്തിന് പോയപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ വരെ എടുത്തിട്ട് കണ്ടില്ലേ ഇതാണ് ഇവന്റെ രാഷ്ട്രീയം എന്ന രീതിയിൽ അയാളെ നേരിടും. മറിച്ച് നിങ്ങൾ അയാളുടെ ചോദ്യങ്ങളെ നേരിടൂ. അയാളുടെ ചോദ്യങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യൂ. ചോദ്യങ്ങളിൽ എന്താണ് തെറ്റ്, വസ്തുതാപരമായി എന്താണ് തെറ്റ് എന്ന് ആവർത്തിച്ച് ഞങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക. മാധ്യമപ്രവർത്തനം ഇപ്പോൾ ആവശ്യപ്പെടുന്ന എഡിറ്റിംഗ് എന്ന് പറയുന്നത് ശരിയായ ചോദ്യങ്ങളിലേക്ക് ചർച്ചകളെയും നിലപാടുകളെയും എത്തിക്കുക എന്നുള്ളതാണ്. ആ എഡിറ്റേഴ്സായി മാറേണ്ടത് ഓരോ പ്രേക്ഷകനുമാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ഈ മാർച്ച് 11 മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തന രീതി ആയിരിക്കില്ല ഇനി വേണ്ടി വരിക എന്ന് ഓരോ മാധ്യമപ്രവർത്തകരും ഞാൻ വിചാരിക്കുന്നത് അജണ്ടകൾ ഉണ്ടാകണം. സമൂഹത്തിന്റെ ശരി എന്ന രീതിയിലേക്ക്, കൃത്യമായ രാഷ്ട്രീയ ശരി എന്ന രീതിയിലേക്ക് അജണ്ടകൾ ഉണ്ടാകണം. പക്ഷെ ആ അജണ്ടകളിലേക്ക് എല്ലാ അജണ്ടകളും മാറ്റിവെച്ചുകൊണ്ട് തീർത്തും ശരിയായ രാഷ്ട്രീയ ചർച്ചകളിലേക്കും നിലപാടുകളിലേക്കും ഓരോ മാധ്യമപ്രവർത്തകനും എത്തേണ്ട ഒന്നാണ് ഈ മാർച്ച് 11 ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരെയൊക്കെ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ ജോലിയുടെ സ്വഭാവം മാറും. ഞാൻ കടുത്ത നിരാശയുണ്ടായിരുന്നു എനിക്ക് ആ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ. ഉത്തർപ്രദേശ് പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന, ഏറ്റവും കൂടുതൽ ജനാധിപത്യ തീരുമാനം പ്രകടിപ്പിക്കുന്ന ഒരു സംസ്ഥാനം ഇത്തരത്തിലാണ് വിധി എഴുതിയത് എന്നുള്ള വാർത്ത വന്നപ്പോൾ എല്ലാ മനുഷ്യന്മാരെ പോലെ
ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, വൈവിധ്യത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനെയും പോലെയുള്ള എല്ലാ ആശങ്കകളും മരവിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ എന്റെ ജോലിയിൽ ആ ഉത്തരവാദിത്തം കാണിക്കും എന്നാണ്. ഓരോ ചെറിയ ശബ്ദത്തിന് പോലും, ഓരോ ചെറിയ ചോദ്യത്തിന് പോലും അങ്ങനെ ഒരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് മാധ്യമങ്ങളെ മാത്രം വിമർശിക്കാൻ മാറിയിരുന്നു കൊണ്ടല്ല, നമുക്ക് ഓരോരുത്തർക്കും അത്തരത്തിൽ ശരി പക്ഷത്ത് നിൽക്കാനുള്ള, എന്താണ് ശരിയെന്ന് വൈകാരികമായുള്ള പ്രകോപനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി ഏതു തരത്തിലുള്ള പ്രകോപനങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഓർക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ജേക്കബ് സാർ ഒരു ചർച്ചയുടെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു. അതായത് ശരിയായ ചോദ്യങ്ങൾ ഉന്നയിക്കാതിരിക്കുന്നത് കുറ്റകരമാകുന്ന ഒരു കാലത്തിലേക്കാണ് മാധ്യമപ്രവർത്തനത്തിൽ. അത് നിങ്ങൾ മാധ്യമപ്രവർത്തനത്തിനെ കൂടുതൽ കൂടുതൽ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു നിർത്തും, ജനാധിപത്യമാണ് ശരിയായ എഡിറ്റിംഗ് നടത്തേണ്ടതെന്നാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ജനാധിപത്യം എന്നുള്ള വാക്കിനോട് എന്നും ഉണ്ടായിരുന്ന അതേ അർത്ഥത്തിലുള്ള വിശ്വാസമില്ല. ജനാധിപത്യം എന്നുള്ള വാക്കിനോട് വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോഴും ജനാധിപത്യം തന്നെയാണ് നിലനിർത്തുന്നതെന്നും ഭാവിയെ തീരുമാനിക്കാൻ പോകുന്നതെന്നുള്ള പ്രത്യാശയുണ്ട്. പക്ഷെ ജനാധിപത്യം എന്നുള്ള വാക്കിലുള്ള വിശ്വാസം പല രീതിയിലുള്ള ചോദ്യങ്ങളായി മാറുകയും അതിനുള്ള ഉത്തരം കാലം തരികയും ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ ജനാധിപത്യമല്ല, മനുഷ്യത്വമാകണം ഇനിയുള്ള കാലത്ത് എഡിറ്റിംഗ് നിർവഹിക്കേണ്ടത്. മനുഷ്യത്വമാകണം എഡിറ്റർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ രീതിയിൽ ജോലി ചെയ്യാൻ ഞങ്ങളെയൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം നിങ്ങൾ കൂടി ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ സംസാരിക്കാൻ വിളിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.